ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇൻറ്റീരിയറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലൈവുഡൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ വന്നേക്കുവാണ്. ഞങ്ങൾ കുറച്ച് കടയിലൊക്കെ പോയി അവിടുത്തെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നോക്കി ചോദിച്ചു. എത്ര വാറൻറ്റി ഉണ്ട്, എന്താണ് ബ്രാൻഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവസാനം നമ്മൾ പ്ലൈവുഡ് ഓർഡർ ചെയ്തു. അത് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇൻറ്റീരിയർ വർക്ക് ചെയ്ത അവർ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലും ഇൻറ്റീരിയർ ചെയ്യുന്നത്. ഓപ്പൺ കിച്ചണിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതുപോലെ ലിവിംഗ് റൂമും ഡൈനിങ് റൂമും തമ്മിലുള്ള പാർട്ടീഷനും ആണ് ഇവർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ കിച്ചണിനകത്തുള്ള കബോർഡിൻ്റെയൊക്കെ ഡോറൊക്കെ വേറെ ടീമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പാർട്ടീഷന് വേണ്ടിയിട്ടുള്ളതും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് വേണ്ടിയിട്ടുള്ള പ്ലൈവുഡൊക്കെ അളവിനനുസരിച്ച് കട്ട് ചെയ്ത് അതിൽ പശയൊക്കെ ഒഴിച്ച് ഒട്ടിച്ച് പിന്നെ അതിനകത്ത് നന്നായിട്ട് ആണിയൊക്കെ അടിച്ച് സ്ക്രൂ ചെയ്ത് അങ്ങനെ ബോക്സാക്കി ആദ്യമേ ഇതുപോലെ വെച്ചു. അപ്പോൾ ഈ പ്ലൈവുഡിലൊക്കെ മൈക്ക ഒട്ടിക്കണമല്ലോ, അങ്ങനെ ഞങ്ങൾ മൈക്ക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലൊക്കെ വന്നു. നമുക്കൊരു വുഡൻ ആ ഒരു ഫിനിഷിൽ വരുന്ന മൈക്കയായിരുന്നു വേണ്ടത്. അപ്പോൾ അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തുനിന്ന് നോക്കിയിട്ട് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻറ്റീരിയർ ടീം പ്ലൈവുഡൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ കുറേ ബോക്സൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മുടെ ഓപ്പൺ കിച്ചണിൻ്റെ സൈഡിൽ അവരത് ഫിക്സ് ചെയ്യുവാണ്. നമ്മൾ ഡെക്കറേഷൻ ലൈറ്റ്സ് എല്ലാം വാങ്ങിച്ചോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ ലൈറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അളവനുസരിച്ച് അവർക്ക് അതിനകത്ത് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്തോ ആയിരുന്നു. അങ്ങനെ അവർ അതെല്ലാം ഫിക്സൊക്കെ ചെയ്തു. കുറച്ച് പേര് ഡൈനിങ് ടേബിളിൻ്റെയും ലിവിംഗ് റൂമിൻ്റെ ഇടയിലുള്ള പാർട്ടീഷന് വേണ്ടിയിട്ടുള്ള ബോക്സസും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ബോക്സസ് എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിൽ പശ തേച്ച് പിടിപ്പിച്ച് അതിങ്ങനെ ഇത് ചെയ്തിട്ട് അതിൽ ഈ ഒരു മൈക്കയുടെ ഷീറ്റ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ടീഷൻ വാളിൻ്റെ താഴെയുള്ള ബോക്സിന് നമ്മൾ ഒരു ഓഫ് വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ അവർ ഒട്ടിച്ചു കഴിഞ്ഞു. അവിടെ നമ്മുടെ ഓപ്പൺ കിച്ചണിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ടേബിളിന് വേണ്ടിയിട്ടുള്ളതാണ് അവർ ഒട്ടിക്കുന്നത്. അപ്പോൾ 2 പ്ലൈവുഡ് എടുത്തിട്ട് അതിൻ്റെ നീളത്തിനനുസരിച്ച് ഒട്ടിച്ച് ആണിയൊക്കെ അടിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കിയൊക്കെ എടുത്ത് നമ്മുടെ ഓപ്പൺ കിച്ചണിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ അവിടെ പോയിട്ട് വെച്ചൊക്കെ നോക്കി അതിനുശേഷം അവരവിടെ അത് സ്ക്രൂ ചെയ്ത് വെച്ചു. എന്നിട്ട് മൈക്ക ഷീറ്റിൽ ഇതുപോലെ പശയൊക്കെ തേച്ചിട്ട് അത് നമ്മുടെ ഈ പ്ലൈവുഡിലേക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തതിൻ്റെയും അതുപോലെ പാർട്ടീഷൻ വോൾ ചെയ്തതിൻ്റെയും ഇടയിൽ നമ്മൾ ടൈലിനകത്തെല്ലാം നമ്മൾ ഇതുപോലെ ചാന്തിങ്ങനെ നിറച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോക്സി ഒന്നും ചെയ്യാതിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അവിടെ ആ ഒരു ഗ്യാപ്പ് വരണ്ടെന്ന് ഓർത്തിട്ട് അവിടെ ഇതുപോലെ സിമെൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഇലക്ട്രിക് വർക്കും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്നപ്പം കണ്ടത് ഈ ഒരു ലുക്കാണ്. കുറേ പ്രോഗ്രസ് ആയിട്ടുണ്ടല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ അവിടെ മൈക്ക ഷീറ്റെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളിടത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ മൈക്ക ഷീറ്റിൽ ഇങ്ങനെ പശയൊക്കെ ഒഴിച്ചിട്ട് അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുവാണ്. ശരിക്കും ഇങ്ങനൊരു ലുക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ വസ്തു വാങ്ങിച്ച് വീട് വയ്ക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ഞങ്ങളുടെ പ്ലാന് വീട് വാങ്ങാനായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഇതുപോലെ കുറേ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം റെൻറ്റിന് താമസിക്കുന്ന വീട്ടിലാണെങ്കിലും ഇതുപോലെ പാർട്ടീഷൻ വാളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒറ്റയടിക്ക് കാണുമ്പോഴത്തേക്കും ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇങ്ങനെ ഒരു ലുക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ വീട്ടിൽ കുറച്ചും കൂടെ പണി കഴിഞ്ഞ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ. അങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹിച്ചൊരു ഓപ്പൺ കിച്ചണും അതുപോലെ വോൾ പാർട്ടീഷൻ വോളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുമ്പോൾ ഒരു മനസ്സന്തോഷം. പാർട്ടീഷൻ വോളിൽ നമ്മൾ ഈ ഡെക്കറേഷൻ ലൈറ്റിനുള്ള ഹോൾസൊക്കെ അവർ ഇട്ട് വെക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറക്റ്റ് അളവൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ ഹോൾസൊക്കെ ഇട്ട് വെക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ പാർട്ടീഷൻ വാളിൻ്റെ ഒരു സൈഡിൽ ലൂവർ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് കുറച്ച് ലൂവറിൻ്റെ സാമ്പിൾസൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന മൈക്കായിട്ടൊക്കെ വെച്ചിട്ട് ഇവിടെ വെച്ച് ഏതായിരിക്കും കുറച്ചുകൂടെ ഭംഗി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സാമ്പിൾസൊക്കെ നമ്മൾ കൊണ്ടുവന്നു. അപ്പം ഇതിലേതാ വേണ്ടതെന്നൊക്കെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു.
നമ്മൾ ആ ലെഫ്റ്റ് സൈഡ് ഷെൽഫിൽ ലൂർ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഓപ്പൺ കിച്ചൻ്റെ ആ ഒരു ഭാഗം കുറച്ചുകൂടെ കവറായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. ലിവിങ് ഏരിയയിൽ സോഫയിലിരിക്കുമ്പോൾ അങ്ങനെ ഡയറക്റ്റ് ഷെൽഫിലൂടെ കാണേണ്ട, എന്നാൽ അവിടെ ചെറുതായിട്ട് ലൂർ കൊടുക്കാമെന്ന് പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൂർ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടയിലൊക്കെ പോയി. പക്ഷേ 3-4 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പം നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ TV വെക്കാനുള്ള ഒരു ഓപ്ഷൻ്റെ ആട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മളുടെ ഒരു ലിവിങ് റൂമും ഡൈനിങ് റൂമും കിച്ചണും ഒരേ ലൈനിൽ തന്നെ പോകുന്നതല്ലേ. അപ്പം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിവിങ് റൂമിലിരുന്നും TV കാണാം, ഡൈനിങ് റൂമിലും അല്ലെങ്കിൽ കിച്ചണിലോ ഇരുന്നിട്ട് നമുക്ക് TV കാണാൻ പറ്റുമല്ലോ. അപ്പം റൊട്ടേറ്റ് ചെയ്യുന്ന മോഡൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലപ്പം നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെ കേട്ടു, എന്നാലും അറിയത്തില്ല. ഞങ്ങൾ എന്തായാലും അങ്ങനെ വെക്കാമെന്നാണ് ഇപ്പം വിചാരിച്ചത്. അങ്ങനെ അതിനുവേണ്ടിയുള്ള സെറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. 4500 രൂപ എന്തോ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കാട്ടോ ഇപ്പം നടക്കുന്നത്. അപ്പോൾ TV ടേണിങ് ഫിറ്റിംഗ് സെറ്റ് എന്നുള്ളൊരു സെറ്റായിട്ട് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് വെച്ചിട്ട് ആണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ആ TV ടേണിങ് സെറ്റിൻ്റെ എല്ലാ പാർട്സും ഇതിൻ്റെ അടിയിലും മേളിലും ഒക്കെ സ്ക്രൂ ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്കത് വട്ടം കറക്കി നോക്കിയാലോ. ഭയങ്കര സന്തോഷമായിട്ടോ ഇതും കണ്ടപ്പോഴത്തേക്കിനും. ശരിക്കും ഞങ്ങൾ കുറേ ഡിസ്കസ് ചെയ്തു, ഇത് വേണോ വേണ്ടയോ. ചില സമയത്ത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു, പിന്നെ അല്ലെങ്കിൽ വെക്കാം. അങ്ങനെ കുറേ ഡിസ്കഷന് ശേഷമാണ് ഞങ്ങൾ എന്തായാലും വയ്ക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ലിവിങ് റൂമിലിരുന്നും ഡൈനിങ് റൂമിലിരുന്നിട്ടും TV കാണാം. നമ്മൾ സ്വന്തമായിട്ട് വീട് വെക്കുമ്പോഴല്ലേ നമ്മുടെ ഐഡിയാസൊക്കെ അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതൊരു 3 ദിവസത്തെ വർക്കായിരുന്നു കേട്ടോ. 3-4 ദിവസത്തെ വർക്കായിരുന്നു. ഇടയ്ക്കൊക്കെ കറണ്ട് പോയതുകൊണ്ട് വർക്ക് ഇടയ്ക്ക് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര മഴയൊക്കെ അല്ലേ, അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും. അങ്ങനെ ഞങ്ങളുടെ റിച്ചു ഇത് കണ്ടപ്പോഴേ കളിപ്പാട്ടം പോലെ വട്ടം കറക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇനി എന്താവും എന്നറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് വരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ.